കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ എങ്ങനെയാണ് അതിൽ ഞാൻ അതിൻ്റെ ആക്ച്വൽ റെപ്രസെൻറ്റേഷൻ മെമ്മറിയിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡാണ് പറയുന്നത്. നമ്മൾ തിയറിയാണ് പഠിച്ചത്. ഇനി നമ്മൾ എന്താണ് ആ കോൺസെപ്റ്റും ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി അതിൻ്റെ പ്രാക്ടിക്കൽ വശമാണ് പഠിക്കുന്നത്. അതായത് മെമ്മറിയിൽ എങ്ങനെയാണ് നമുക്കിതിനെ കൊണ്ടുവരാൻ പറ്റുക, ഈ ഒരു കോൺസെപ്റ്റിനെ നമുക്ക് എങ്ങനെ മെമ്മറിയിലോട്ട് അത് പ്രാക്ടിക്കലി നമുക്കതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കുക, ഇൻഫോ എന്നും ഇപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ ഡാറ്റ തന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻഫോ എന്നും ലിങ്ക് എന്നും പറഞ്ഞിട്ടുള്ള രണ്ട് അറേസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇൻഫോ അതായത് നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഇൻഫോ പാർട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു അരയും ലിങ്ക് പാർട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അരയും. അതായത് ഇപ്പോൾ ഒരു ഫസ്റ്റ് നോഡാണ്. അപ്പോൾ ഈ ഫസ്റ്റ് നോഡിൽ നമ്മൾ ഇൻഫോയും ഉണ്ടായിരിക്കും, ഇതിൽ ലിങ്കും ഉണ്ടായിരിക്കും, ലിങ്ക് പാർട്ടും ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ഫസ്റ്റ് നോഡാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്നത് നമ്മുടെ അരയിലെ ഇൻഫോ 1, അതായത് ഇൻഡെക്സ് 1 ഇതിൻ്റെ ഇൻഫോ പാർട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ആൻഡ് ലിങ്ക് ഓഫ് 1 ഇതിൻ്റെ ലിങ്ക് പാർട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അതാണ്. പിന്നെ നമ്മുടെ നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു അല്ലേ. അതുപോലെ ഇത് നമ്മുടെ സ്റ്റാർട്ട് ഓർ ഹെഡ് എന്ന് പറയാം. അപ്പോൾ ഇതിലെ പോയിൻ്ററാണ്, അതായത് നമ്മുടെ ഫസ്റ്റ് നോഡിലോട്ടുള്ള പോയിൻ്റർ. ഇറ്റ്സ് എ പോയിൻ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. സപ്പോസ് ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് 9 എന്നാണ്. 9 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിൽ തന്നെ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഇവിടെ നോക്കുക, ഇപ്പോൾ 9 എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇൻഫോ ഓഫ് 9 അതിൻ്റെ ഇൻഫോ ഉണ്ടായിരിക്കുക. നിങ്ങൾ അരേ അറിയില്ലേ, അരേ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക നിങ്ങൾക്കറിയാം. ഇൻഫോ ഓഫ് 9 എന്തുണ്ട്, എന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് ഇത് കോൺസെപ്റ്റും ഇത് അതിൻ്റെ ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷനുമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, രണ്ടും അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡാണിത്, ഇത് കോൺസെപ്റ്റാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഇവിടെ 9 ഉണ്ട്, ഈ സ്റ്റാർട്ടിനുള്ളിൽ കിടക്കുന്ന 9 എന്നാണ്. അതപ്പോൾ ഇൻഫോ ഓഫ് 9 അതിൻ്റെ ഇൻഫോ ആയ എന്നുണ്ട്. ലിങ്ക് ഓഫ് 9 3, അതായത് അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് 3 എന്നുണ്ട്. അപ്പോൾ അതായത് ഇവിടെ ഉണ്ടായിരിക്കും എന്തായിരിക്കും, 3 എന്നായിരിക്കും അല്ലേ. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കുക, ഇങ്ങനെ 3 പോകുമ്പോൾ ഇവിടെ അതിൻ്റെ ഇൻഫോ കിടക്കുന്നത്, അതായത് ഇൻഫോ ഓഫ് 3. അടുത്തത് വരുന്നത് ഏതാണ്, ഇൻഫോ ഓഫ് 3 ലിങ്ക് ഓഫ് 3 ആണ്. ആദ്യത്തെ കേസിൽ ഇൻഫോ ഓഫ് 9 ലിങ്ക് ഓഫ് 9 വരുന്നു. അടുത്തത് വരുന്നത് ഇൻഫോ ഓഫ് 3 ലിങ്ക് ഓഫ് 3 ആണ് വരുന്നത്. ലിങ്ക് ഓഫ് 3 എന്താ വരുന്നത്, 6 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ വരുന്നത് ഡാറ്റ കിടക്കുന്നത് O എന്നും അടുത്ത ലിങ്ക് പാർട്ടായിട്ട് കിടക്കുന്നത് 6 എന്നുമാണ്. പിന്നെ അടുത്തത് വീണ്ടും അഗെയിൻ 6 പോകുമ്പോൾ ഇവിടെ ഒരു ബ്ലാങ്ക് സിമ്പിൾ കിടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ലിങ്ക് പാർട്ടായിട്ട് കിടക്കുന്നത് 11 ആണ്. അങ്ങനെ 11 പോകുമ്പോൾ അതിൽ ഡാറ്റ പാർട്ടായിട്ട് കിടക്കുന്നത് E ആണ്, ലിങ്ക് പാർട്ടായിട്ട് കിടക്കുന്നത് 7 ആണ്. സോ 7 പോകുമ്പോൾ അതിൽ ഡാറ്റ പാർട്ടായിട്ട് കിടക്കുന്നത് X ആണ്, അതിൻ്റെ ലിങ്ക് പാർട്ടായിട്ട് കിടക്കുന്നത് 10 ആണ്. 10 പോകുമ്പോൾ അതിൻ്റെ ഡാറ്റ പാർട്ടായിട്ട് കിടക്കുന്നത് 1 ആണ്, I whatever. ആൻഡ് പിന്നെ കിടക്കുന്നത് അതിൻ്റെ ലിങ്ക് പാർട്ടായിട്ട് കിടക്കുന്നത് 4 ആണ്. 4 പോകുമ്പോൾ നിങ്ങളിവിടെ നോക്കുക, അതിൻ്റെ ഇൻഫോ പാർട്ടായിട്ട് കിടക്കുന്നത് T ലിങ്ക് പാർട്ടായിട്ട് കിടക്കുന്നത് 0 ആണ്. 0 നിങ്ങൾക്ക് നോക്കുക, ഇവിടെ വേറെ അതിനൊരു അഡ്രസ്സ് ഇല്ല. അപ്പോൾ അതായത് എൻഡ് ചെയ്തു. നമ്മളിപ്പോൾ നല്ല സ്റ്റോർ ചെയ്യുന്നതിന് പകരം ഇവിടെ 0 ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു നൾ വാല്യൂ ആയിട്ടാണ് 0നെ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പ്രാക്ടിക്കൽ വശം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്കതിൻ്റെ കുറച്ച് ഈ ലിങ്ക്ഡ് ലിസ്റ്റിൽ നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്ന കുറച്ച് ഓപ്പറേഷൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് ഓപ്പറേഷനാണ് ട്രാവേഴ്സിങ്. ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ എങ്ങനെയാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ട്രാവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഇവിടെ ഈ അൽഗോരിതം നോക്കുക. ഈ അൽഗോരിതത്തിൽ ആദ്യം ട്രാവേഴ്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മൾ സെറ്റ് പോയിൻ്റർ ഈസ് ഈക്വൽ ടു സ്റ്റാർട്ട്. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ ഇതാണ് നമ്മുടെ ലിങ്ക് ലിസ്റ്റ്. നമ്മൾ ഇത് നൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ട് സപ്പോസ് ഇതിൽ 10, ഇതിൻ്റെ അഡ്രസ്സ് 10 ആണ്. ഇവിടെ ഇതിൻ്റെ അഡ്രസ്സ് 10, ഇതിൻ്റെ അഡ്രസ്സ് ഇവിടെ സപ്പോസ് ഇവിടെ 20, ഇവിടെ 30. അടുത്തതിൻ്റെ അഡ്രസ്സാണ്. ഇവിടെ എന്താ ഉണ്ടാവുക? 0 ഓർ നൾ അല്ലേ? നൾ. അപ്പോൾ നമ്മളിത് ഇവിടെ ഇങ്ങനെ പോകണം. ഇവിടെയാണ് 20, ഇത് 30, ഇത് 10 അഡ്രസ്സ്. അപ്പോൾ എങ്ങനെയാണ്? സപ്പോസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ പോയിൻ്റർ എന്ന് പറയുന്ന വാരിയബിളിലേക്ക് നമ്മൾ ഈ 10 എന്നുള്ളത് സ്റ്റോർ ചെയ്യണം. അതായത് കറൻ്റ്ലി പോയിൻ്റർ പോയിൻറ്റ്സ് ടു ദിസ് നോഡ്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മളിങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്യേണ്ട പ്രോസസ്സാണ്. റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പോയിൻ്റർ നള്ളാവുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. അതായത് ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യണം. ട്രാവേഴ്സ് ചെയ്യുന്നത് ഏത് വരെയാണ്? നള്ളാവുന്നത് വരെയാണ് നമ്മൾ ട്രാവേഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പോയിൻ്റർ നോട്ട് ഈക്വൽ ടു നൾ. പോയിൻ്റർ നോട്ട് ഈക്വൽ ടു പോയിൻ്റർ നള്ളല്ലെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക ഈ പ്രോസസ്സ്. അല്ലാന്നുണ്ടെങ്കിൽ നള്ളായാൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതാണ് നള്ളായി കഴിഞ്ഞാൽ കണ്ടീഷൻ ഫോൾസ് ആയിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യും. അപ്പം ഇനി നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റത്തെ നമ്മളിപ്പോൾ പോയിൻ്റർ സ്റ്റാർട്ട് ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. സപ്പോസ് ഇവിടെ ഇങ്ങനെ ഡാറ്റ കിടപ്പുണ്ട് എക്സ്, വൈ, സെഡ്. ഇനി നമുക്ക് സപ്പോസ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളത് ഡിസ്പ്ലേ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇൻഫോ നമുക്ക് ഇതിനെ എങ്ങനെ കിട്ടും? ഈ ഡാറ്റനെ നമുക്ക് എങ്ങനെ കിട്ടും? അത് നമുക്കറിയാം. ഇൻഫോ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഇതാണ്. ഇൻഫോ പോയിൻ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഡാറ്റ കിട്ടും. ആ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യണം? ജസ്റ്റ് അത് ഡിസ്പ്ലേ ചെയ്യണം. നമ്മൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പോയിൻ്റർ അപ്ഡേറ്റ് ചെയ്യണം. ആ പോയിൻ്റർ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അടുത്തതിലോട്ട്, അതായത് ഇത് അടുത്തതിലോട്ട് നമുക്ക് പോയിന്റ് ചെയ്യണം. അതായത് 20 എന്ന് വേണം ഇതിലെ ഡാറ്റ. ഇനി പോയിൻ്ററിലെ ഡാറ്റ ഇനി എന്തായിരിക്കണം? 20 എന്ന് വരണം. അപ്പോൾ അങ്ങനെ 20 എന്ന് എങ്ങനെ നമുക്ക് വരുത്താൻ കഴിയും? അപ്പോൾ അതിനാണ് ഇതിൻ്റെ, അതായത് ഇപ്പോഴത്തെ പോയിൻ്ററിൻ്റെ ലിങ്ക് പാർട്ട് എന്ന് പറഞ്ഞാൽ 20 ആണ് അല്ലേ? പോയിൻ്ററിൻ്റെ ലിങ്ക് പാർട്ടാണ് ഇനി ഇതിലേക്ക് ഈ പോയിൻ്ററിലോട്ട് വരേണ്ടത്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സെറ്റ് പോയിൻ്റർ ഈസ് ഈക്വൽ ടു ലിങ്ക് ഓഫ് പോയിൻ്റർ. അതായത് ഇനി അപ്പോൾ ഈ പോയിൻ്ററിൽ ഡാറ്റ എന്താണ്ടായിരിക്കുക? ഈ ഡാറ്റ, അതായത് 20 എന്നുള്ളത് നമ്മൾ ഇതിങ്ങോട്ട് കോപ്പി ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമാൻഡാണ് ഇത്. സെറ്റ് ptr ഈസ് ഈക്വൽ ടു ലിങ്ക് ഓഫ് പോയിൻ്റർ. ഇപ്പോൾ പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. അതായത് ptr ഇപ്പോൾ ഇങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സെയിം പ്രോസസ്സ് തന്നെ. അപ്പോൾ ഇവിടെ നോക്കുകയാണ്, നള്ളാണോ നോക്കണം. നള്ളൊന്നുമല്ല, അതിൽ 20 ഉണ്ട്. ptrൽ 20 എന്ന് പറഞ്ഞ വാല്യൂ കിടപ്പുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? നമ്മളതിൽ എഗെയിൻ നമ്മുടെ ഇൻഫോ അതിൻ്റെ ഇൻഫോ പാർട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്യുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻഫോ പാർട്ട് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ptrൽ ഇനി എന്താ വേണ്ടത്? 30 എന്ന് വരണം. ഈ ptrൽ 30 എന്ന് എങ്ങനെ വരുത്തുക? അതിന് നമ്മളെ കറണ്ട് ptrലെ ഇപ്പോഴത്തെ ptrൻ്റെ ഈ 30 എന്നുള്ളത് ഇതിലോട്ട് വരണം. അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണിത്. ലിങ്ക് ഓഫ് ptr ഈസ് ഈക്വൽ ടു ptr ഈസ് ഈക്വൽ ടു ലിങ്ക് ഓഫ് ptr. അത് അപ്ഡേറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഇനി ptr എവിടെയാണ്? ഇവിടെയാണ്. ഇനി നമ്മൾ അപ്പോൾ ഇത് വീണ്ടും അഗെയിൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അതായത് ptr നോട്ട് ഈക്വൽ ടു നള്ളാണോ? യെസ്, ptr ഇതിലിപ്പോൾ 30 ഉണ്ട്, നള്ളല്ല. സോ വീണ്ടും ഈ പ്രോസസ്സ്, അതായത് നമ്മൾ അതിൻ്റെ ഇൻഫോ പാർട്ട് പ്രിൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ലിങ്ക് അതായത് ptrൻ്റെ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യുന്നു. അതായത് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് വരും? ഇപ്പോഴത്തെ കറണ്ട് ptrൻ്റെ ലിങ്ക് പാർട്ടിൽ എന്താ കിടക്കുന്നത്? നൾ വാല്യൂ ആണ് അല്ലേ? അപ്പോൾ ptrൽ ഇനി ഇപ്പോൾ വരുന്നത് എന്തായിരിക്കും? കിടക്കുന്നത് നള്ളെന്നായിരിക്കും അവസാനം വരുമ്പോൾ.
അപ്പോൾ നോക്കുക ഇവിടെ പി ടി ആർ നോട്ട് ഈക്വൽ ടു നൾ എന്നുള്ള കണ്ടീഷൻ തെറ്റിപ്പോയി. കാരണം പി ടി ആറിൽ ഇപ്പം നള്ളാണുള്ളത്, പി ടി ആർ ഈക്വൽ ടു നള്ളാണ്. സോ അതുകൊണ്ട് നേരെ ഇത് പ്രോസസ്സിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട്, ലൂപ്പിന് എക്സിറ്റ് ചെയ്തിട്ട് 5th സ്റ്റെപ്പിലോട്ട് വന്ന് എക്സിറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ട്രാവേഴ്സിങ്. ഇതെല്ലാവരും എഴുതിയെടുക്കുക. അതിൻ്റെ ടൈറ്റിലായിട്ട് നിങ്ങൾ കൊടുക്കുക അൽഗോരിതം ടു ട്രാവേഴ്സ് എ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഈ ഒരു അൽഗോരിതം എഴുതി. അടുത്തതായിട്ട് നമ്മൾ സെർച്ച് ഓപ്പറേഷനാണ് നോക്കാൻ പോകുന്നത്. അതിലേക്ക് നമ്മുടെ ഇൻഫോ പാർട്ടും ലിങ്ക് പാർട്ട്, അതായത് ഞാൻ 2 അറേസ്, ലീനിയർ അറേസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. നമ്മുടെ ടോട്ടൽ ലിങ്ക്ഡ് ലിസ്റ്റ്, ഓൾ ലിങ്ക്ഡ് ലിസ്റ്റിന് മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ട 2 അറേസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ അറേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവമൊന്നും ആവശ്യമില്ല കേട്ടോ. സെർച്ച് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഇൻഫോ അറേയും ലിങ്ക് അറേയും ഇതിലേക്ക് പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഈ അൽഗോരിതം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും പ്രോഗ്രാമിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ വരുന്ന സമയത്ത് ഇതിൽ നമുക്ക് ജസ്റ്റ് ഈ സ്റ്റാർട്ട് മാത്രം മതി. ഈ സെർച്ചിലേക്ക് ഇൻഫോയോ ലിങ്ക് അറേയോ നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ ഇൻറ്റേർണലി നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇതിലോട്ട് സെർച്ച് എന്ന് പറയുന്ന പ്രൊസീജിയറിലോട്ട് ഇൻഫോയും ലിങ്കും പിന്നെ സ്റ്റാർട്ട്, നമ്മുടെ ലിങ്ക് ലിസ്റ്റിൻ്റെ സ്റ്റാർട്ട് അഡ്രസ്സും പാസ് ചെയ്യുന്നു. ദെൻ ഏത് ഐറ്റമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഐറ്റം കണ്ടുപിടിച്ചാൽ അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ലൊക്കേഷൻ എന്ന് പറയാനുള്ള LOC ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ. അപ്പോൾ ഇനി നമ്മളിത് സെർച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഈ ട്രാവേഴ്സിങ് പോലെ തന്നെയാണ് സംഭവം. നമ്മളിപ്പോൾ ട്രാവേഴ്സിങ് നിങ്ങൾ പഠിച്ചില്ലേ, ആ ട്രാവേഴ്സിങ്ങിൻ്റെ ജസ്റ്റ് ഒരു എക്സ്ട്രാ ഒരു കാര്യം നമ്മൾ ചെക്കിങ്ങും കൂടെ നടത്തിയാൽ മതി. അതായത് പോയിൻ്ററിൻ്റെ ഇൻഫോ പാർട്ട് ഐറ്റം ആണോ എന്നുള്ളൊരു ചെക്കിങ്, ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് പോയിൻ്റർ സ്റ്റാർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലൂപ്പിലോട്ട് വരികയാണ് നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഇതിൻ്റെ അഡ്രസ്സ് 10, 20, 30. ഇതിൽ ലിങ്ക് പാർട്ടിൽ 20, ഇതിൻ്റെ ലിങ്ക് പാർട്ടിൽ 30, ഇതിൻ്റെ ലിങ്ക് പാർട്ടിൽ 0 or null. അപ്പോൾ ഇതിൻ്റെ പാർട്ട് X, Y, Z ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ ആദ്യം പോയിൻ്റർ, അതായത് 10 എന്നുള്ളത് ഈ പോയിൻ്റർ വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ ഇത് പോയിൻ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. ഇനി നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് Z ആണ്, ഒഴിവായി. ഓക്കെ, സെറ്റ്. നമ്മളിപ്പോൾ സെർച്ച് ചെയ്യാൻ പോകുന്നത്, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഐറ്റം ഉണ്ടോ ചെക്ക് ചെയ്യേണ്ട ഐറ്റം Z ആണെന്ന് സപ്പോസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ആദ്യം പോയിൻ്റർ, ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മൾ സ്റ്റാർട്ടിലേക്ക് കൊടുത്തു. ഇനി നമ്മൾ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ നോഡ് നോക്കണം നമ്മളെല്ലാം നള്ളാവുന്നത് വരെ, അതായത് പോയിൻ്റർ നള്ളാവുന്നത് വരെ നമ്മളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഇവിടെ കണ്ടീഷൻ പറയുന്നത്. if item is equal to info ptr എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുക, നമ്മളിവിടെ ചെക്കിംഗ് ആണ് നടത്തുന്നത്. അതായത് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഐറ്റം എന്ന് പറയുന്നത്, നമുക്ക് സെർച്ച് ചെയ്യേണ്ട ഐറ്റം എന്ന് പറയുന്നത് എന്താണ്, സെറ്റാണ്. അപ്പം ഇനി നമ്മുടെ ഈ ഐറ്റം, നമ്മുടെ കയ്യിലുള്ള ഐറ്റവും ഇതിൻ്റെ ഇൻഫോ പാർട്ടുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾക്ക് റിട്ടേൺ ചെയ്യേണ്ടതാണല്ലേ അതായത് നമ്മുടെ ലൊക്കേഷൻ നമുക്ക് തിരിച്ച് കണ്ടെത്തിയാൽ അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യും. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യാണ്, അതോടെ ലൊക്കേഷൻ എന്നുള്ളത് പോയിൻ്ററിലുള്ള വാല്യൂ, അതായത് 10, നമ്മുടെ നോഡിൻ്റെ അഡ്രസ്സ് 10 എന്നുള്ളത് ഇങ്ങോട്ട് സ്റ്റോർ ചെയ്യും. പക്ഷേ ഇവിടുത്തെ കേസ് എന്താണ്, അല്ലേ, എക്സും സെറ്റും സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത നോഡിലോട്ട് പോകാൻ നമുക്കറിയാം, നമുക്ക് ഈ 20 എന്നുള്ളത് പോയിൻ്ററിലോട്ട് സേവ് ചെയ്യണം. അതായത് അത് സേവ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ ട്രാവേഴ്സിങ്ങിൽ പഠിച്ച പോലെ തന്നെ. ഇനി എന്താണ്, വീണ്ടും നമ്മൾ നോക്കുകയാണ്, ഇത് നള്ളായോ, ഈ പോയിൻ്ററിലെ വാല്യൂ നള്ളായോ. ഇവിടെ ഈ ഒരു കണ്ടീഷനിൽ
ഇവിടെ വന്നിട്ട് നമ്മൾ പോയിൻ്റർ നള്ളാണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ നോക്കുമ്പോൾ ഇതിൽ 20 ആണ്. കറൻ്റ്ലി പോയിൻ്റർ ഇവിടെയാണ്. ഇത് 20 നല്ലല്ല. സോ നമ്മൾ ചെക്ക് ചെയ്യും അതിലെ ഇൻഫോ പാർട്ട്, ആ പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്ന നോഡിലെ ഇൻഫോ പാർട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ഐറ്റം ആണോ ചെക്ക് ചെയ്യുന്നു. ഐറ്റം അല്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നു. ഇങ്ങോട്ട് വന്നിട്ട് പോയിൻ്റർ അപ്ഡേറ്റ് ചെയ്യുന്നു. പോയിൻ്റർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ 30 എന്ന് വരുന്നു. അപ്പോൾ പോയിൻ്റർ ഇപ്പോൾ വരുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ഇവിടെ വന്നിട്ട് വീണ്ടും ചെക്ക് ചെയ്യുന്നു നള്ളാണോ എന്ന്, പോയിൻ്റർ വാല്യൂ നള്ളാണോ എന്ന്. പക്ഷേ അല്ല, 30 ആണ്. സോ എന്താണ്, ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നു അതിൻ്റെ ഇൻഫോ PTRൻ്റെ ഇൻഫോ പാർട്ടും ഐറ്റമായിട്ട് ചെക്ക് ചെയ്യുന്നു. യെസ് സെറ്റ്. അപ്പോൾ നമ്മളൊരു മാച്ച് ഫൗണ്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഈസ് ഈക്വൽ ടു PTR. അതായത് ഇപ്പോൾ PTRൽ എന്താണ് 30 എന്നല്ലേ, 30 ആണ്. അപ്പോൾ PTR അപ്പോൾ ലൊക്കേഷൻ ഈസ് ഈക്വൽ ടു 30 എന്നാക്കിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, ലൂപ്പിൽ നിന്നല്ല, നമ്മുടെ ഈ ഒരു ഫങ്ഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു. ഇനി സപ്പോസ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് സപ്പോസ് W ആണ് സെർച്ച് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. W ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാച്ച്, ഇവിടുത്തെ ഇപ്പോൾ കണ്ട മാച്ച് എന്താ സംഭവിക്കുക, വീണ്ടും ഇത് മാച്ച് ആവില്ല. അപ്പോൾ നേരെ ഇങ്ങോട്ട് വരും. സെറ്റ് പോയിൻ്റർ ഈസ് ഈക്വൽ ടു ലിങ്ക് ഓഫ് പോയിൻ്റർ എന്ന് വരും. അപ്പോൾ ലിങ്ക് ഓഫ് പോയിൻ്റർ എന്ന് പറയുമ്പോൾ എൻ്റെ നള്ളാണ്. അപ്പോൾ പോയിൻ്റർ ഈസ് ഈക്വൽ ടു നൾ എന്ന് വരും. അപ്പോൾ അടുത്ത കേസിൽ ഈ ഒരു ലൂപ്പിൽ നോക്കുന്ന സമയത്ത് പോയിൻ്റർ ഈക്വൽ ടു നള്ളാണ്. അപ്പോൾ അതൊന്ന് എക്സിറ്റ് ചെയ്യും. അപ്പോൾ എക്സിറ്റ് ചെയ്യാന്നതിൻ്റെ അർത്ഥം എന്താണ്, സെർച്ച് ഇങ്ങോട്ട് വരുമ്പോൾ, ഇങ്ങോട്ട് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത് സെർച്ച് അൺസക്സസ്ഫുൾ ആയതാണ്. നമ്മൾ ലൊക്കേഷൻ കണ്ടിരുന്നെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ഈ ഫംഗ്ഷനിൽ തന്നെ എക്സിറ്റ് ചെയ്ത് റിട്ടേൺ ചെയ്യുമായിരുന്നു അല്ലേ. നമ്മൾ ഇനി അങ്ങോട്ട് റൺ ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടെത്തിയാൽ പിന്നെ നമുക്ക് റൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മുടെ നള്ളായി കഴിഞ്ഞാൽ, പോയിൻ്റർ നള്ളായി കഴിഞ്ഞാൽ അടുത്തത് പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിക്യൂട്ട് ചെയ്യുക. സെർച്ച് അൺസക്സസ്ഫുൾ ആണ്. അപ്പോൾ ലൊക്കേഷൻ നള്ളാന്ന് സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് എക്സിറ്റ് ചെയ്യും. ഇത്രയാണ് സെർച്ച്.